കേരളത്തിൽ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിൽ കോൺഗ്രസിനെതിരെ സിപിഎം പശ്ചിമ ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ബംഗാളിലെ നിയമനത്തിലെ ധാർമ്മികത ചോദ്യം ചെയ്യാൻ ഇനി കോൺഗ്രസിന് അവകാശമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. ബിജെപിയെ പോലെ കോൺഗ്രസിനും രാഷ്ട്രീയ കൂറുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെ ആവശ്യമുണ്ട്. നിയമനങ്ങൾ തെരഞ്ഞെടുപ്പിലെ സുതാര്യത സംബന്ധിച്ച് ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്നുവെന്നും മുഹമ്മദ് സലീം പറഞ്ഞു. The practice is being followed by both BJP and Congress. There is hardly any difference. This is what we have said during the campaign also in Kerala and elsewhere. And when this Manoj Agarwal was appointed the Chief Secretary immediately after the election, so Congress and particularly the Congress President and the leadership, they were talking about from a very high moral ground. But actually it is kettle blaming the pan that your back is black. Both of them are black. So in this case, actually what's happening is these political parties, bourgeois political parties, they want a politically committed bureaucracy. And this is a classic example. Election Commission people should be biased, as well as the top brokers also should be biased. And they can't govern without this committed bureaucracy. തൗഫീഖ് അസ്ലം തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, ബംഗാളിലെ നിയമനത്തിലെ ധാർമ്മികത ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് ഒരു തരത്തിലും അവകാശമില്ല എന്നാണ് മുഹമ്മദ് സലീം പറയുന്നത്. മാത്രമല്ല, ഇത്രയേറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമായിരുന്ന ഒരു നിയമനം, ആ നിയമനത്തിൽ കോൺഗ്രസ് ഒരു സുതാര്യത പാലിച്ചില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് കുറെ കൂടി അതിൽ അറിഞ്ഞ് തീരുമാനമെടുക്കേണ്ടിയിരുന്നു എന്നുള്ള വിമർശനങ്ങളും പല കോണിൽ നിന്ന് ഉയരുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ CPM-ന്റെ വിശദമായിട്ടുള്ള അവരുടെ ഒരു വിമർശനം? എന്താണ് അവരെന്തൊക്കെയാണ്, മുഹമ്മദ് സലീം എന്തൊക്കെയാണ് പറയുന്നത്? മഹേഷ്, കോൺഗ്രസും BJPയും പിന്തുടരുന്നത് ഒരേ നയമാണെന്നാണ്, ഒരേ രീതിയാണെന്നാണ് മുഹമ്മദ് സലീം ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ബംഗാളിലെ നിയമനത്തിലെ ധാർമ്മികത ചോദ്യം ചെയ്യാൻ ഇനി കോൺഗ്രസിന് എന്ത് അവകാശമാണുള്ളത് എന്നുകൂടി അദ്ദേഹം ചോദിക്കുകയുണ്ടായി. രാഷ്ട്രീയ കൂറുള്ള ഉദ്യോഗസ്ഥരെ BJPയെ പോലെ കോൺഗ്രസിനും ആവശ്യമുണ്ട്. അതിനുള്ള തെളിവാണ് കേരളത്തിൽ കണ്ട ഈ നിയമനം എന്നുകൂടി സലീം പറയുകയുണ്ടായി. ഈ നിയമനങ്ങൾ തെരഞ്ഞെടുപ്പിലെ സുതാര്യത സംബന്ധിച്ച് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായ ഉടൻ തന്നെ ഒരു കൂളിംഗ് പീരീഡ് പോലും ലഭിക്കാതെ ഇത്തരത്തിലൊരു നിയമനം നടത്തുമ്പോൾ അത് ആളുകൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തും, വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉയർത്തുമെന്ന് കൂടി സലീം പറയുന്നുണ്ട്. ഭയമില്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ പോരാട്ടം CPM-ഉം BJPയും തമ്മിലായി എന്നുകൂടി പറയുന്നുണ്ട്. അത് ബംഗാളുമായി ബന്ധപ്പെട്ടുള്ളൊരു പരാമർശമായിരുന്നു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം CPM-ന് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി സലീം മാധ്യമങ്ങളോട് പറയുകയുണ്ട്. അത് ഈ ഫാൾട്ട തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഫാൾട്ടയിൽ ഇവർ നിലവിൽ TMC അവിടെ മത്സരിക്കുന്നില്ല, പകരം അവിടെ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നു. CPM അവിടെ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് വലിയ പ്രതീക്ഷ നൽകുന്നു എന്നുകൂടി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. പ്രധാനമായും ഈ കേരളത്തിലെ രത്തൻ ഖേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനമാണ് സലീമിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായത്. ഇതേ വിമർശനം തന്നെയാണ് ഇന്ന് BJPയും ഉയർത്തിയത്. കാരണം ബംഗാൾ ഈ ഒരു നിയമനം നടന്നപ്പോൾ, അവിടെ ചീഫ് സെക്രട്ടറിയെ നിയമിച്ചപ്പോൾ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെയും എല്ലാം ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ ഇത്തരമൊരു സംഭവം നടന്നപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മൗനം പാലിക്കുകയാണെന്നായിരുന്നു BJP വക്താവ് പറഞ്ഞത്. അതിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സലീമിന്റെ ഭാഗത്തുനിന്നുകൊണ്ടും ഉണ്ടായത്.